എന്റെ മോളും പഠിക്കുന്ന അവിടെ തന്നെയാണ്. ആ ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ. അവളും ഫസ്റ്റ് ഇയർ തന്നെ. ഇവള് ക്ലാസ് പിടിച്ച കുട്ടി തന്നെയാണ് മരിച്ചത്. ആ ആ ആ അപ്പൊ അവനെ മെന്റലി ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. ആണല്ലേ. ടോർച്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാ മാക്സിമം സഹിച്ചു. ഉം. മോള് മാക്സിമം മോള് സഹിച്ചു. പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥിയുടെ ആയിട്ടുള്ള നിതിൻ രാജ് തീർന്നു. എല്ലാവരും അറിഞ്ഞാണ് ന്യൂസ്. കുറെ തന്തയില്ലാത്ത അധ്യാപകന്മാരും കുറെ തന്തയ്ക്ക് പറക്കാത്ത കുറെ പിള്ളേരും അവിടെ ഉണ്ട്. ആകെ അവന് കമ്പനി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് മിണ്ടുന്നത് അവിടുത്തെ പെൺകുട്ടികളാണെന്നാണ് നമ്മൾ അറിയുന്നത്. വല്ലാത്തൊരവസ്ഥ. കൂടെ നിർത്തിയില്ലെങ്കിലും കുറ്റപ്പെടുത്താതെ ഇരുന്നൂടാ തന്തയില്ലാത്തവന്മാര്. അത് അധ്യാപകനായാലും കുട്ടികളായാലും കൂടെ നിന്നില്ല. അല്ലെങ്കിൽ നിൽക്കണ്ട. നീയൊക്കെ ഒന്നും ഇനിയിപ്പോൾ സുഹൃത്തായിട്ട് എടുത്ത് ആഡ് ചെയ്ത് വയ്ക്കണമെന്നൊന്നും പറയത്തില്ല. പക്ഷേ ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ അധിക്ഷേപിച്ച് നിന്നെയൊക്കെ പോലെയുള്ള തന്തയ്ക്ക് പറക്കാത്ത തന്തേര തന്തയ്ക്ക് മുന്നേ യാവനോ കയറി ഉണ്ടാക്കിയവന്മാരെ എന്നേ ഞാൻ പറയത്തുള്ളൂ. പണ്ട് ഇതുപോലെ ഒരു റാഗിങ്ങിന്റെ പേരിൽ ഒരു സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു പയ്യനെ കുറെ തന്തയില്ലാത്തവന്മാരെ തീർത്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അന്ന് ചർച്ച ചെയ്ത വിഷയമാണ്. ഇന്ന് ഈ നിതിൻ രാജ് എന്ന് പറയുന്ന ആ പയ്യന് അവന്റെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ പാവണോ തോന്നി. ഒരു കൊച്ചു പയ്യൻ, 1ാം വർഷ വിദ്യാർത്ഥിയാണ്, ഡെന്റൽ കോളേജിൽ പഠിച്ച് ഒരു ഡോക്ടറായിട്ട് തൻ്റെ നാട്ടിലും തൻ്റെ വീട്ടുകാർക്കൊക്കെ അഭിമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രതീക്ഷകളോട് പഠിക്കാൻ വന്നതാണ്. ഈ പറയുന്ന ഡെന്റൽ കോളേജിൽ ഐ തിങ്ക് ഗവൺമെന്റ് കോളേജ് ആകുമ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ അവൻ അത്യാവശ്യം നല്ല പഠിക്കുന്ന ഒരു പയ്യനായിരിക്കണം അല്ലേ? ഓക്കെ. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളോടെയും ഒരുപാട് ആഗ്രഹങ്ങളോടെയും വീട്ടുകാരുടെ സ്വപ്നങ്ങളോടെയും വീട്ടുകാരുടെ സന്തോഷത്തിനും വേണ്ടിയിട്ട് ഒരു മകൻ തൻ്റെ കുടുംബത്തിൽ നിന്ന് പഠിക്കാനായിട്ട് ഇറങ്ങുമായിരുന്നു, ഡോക്ടർ ആവാനായിട്ട്. പക്ഷെ കുറെ തന്തയ്ക്ക് പറക്കാത്ത അധ്യാപകന്മാർ, അവന്മാരെ ആദ്യം തീർക്കണം. ഇത് വെറുതെ ഇങ്ങനെ 2 ദിവസം സംസാരിച്ചിട്ട് വിടേണ്ട കേസല്ല. സീരിയസ്ലി ഞാൻ പറയാം. ഞാൻ ശീതളിസം എന്ന് പറയുന്ന ചാനലിൽ ആ വോയിസ് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വലിച്ചു പൊളക്കാനാണ് തോന്നിയത്. പിന്നെ ആ പയ്യൻ ചെയ്തത് തെറ്റാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ തീരെയല്ല ചെയ്യേണ്ടത്. ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ ആരൊക്കെ ചവിട്ടി താഴ്ത്തുന്നു, ആരൊക്കെ എന്തിന്റെയൊക്കെ പേരിൽ കളിയാക്കുന്നു, പരിഹസിക്കുന്നു, അതിന്റെ എല്ലാം മുന്നിൽ ജീവിച്ച് ജയിച്ച് കാണിച്ചു കൊടുക്കണം. പണ്ട് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ ഈ മുഖം വെച്ചിട്ടാണ്, അതായത് ആക്സിഡന്റ് ആയ സമയത്ത് നിന്റെ ഈ മുഖം വെച്ചിട്ടാണ് നീ യൂട്യൂബ് തുടങ്ങുന്നതെന്ന് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അതേ മുഖം വെച്ചിട്ട് ആ ഇൻസൾട്ടും ഏറ്റുവാങ്ങി അതിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്കിക്കൊണ്ട് പ്ലേ ബട്ടൺ അടിച്ചിട്ടുണ്ട്. വാശിയായിരുന്നു, വാശി. ഇനി ഈ ചാനലുണ്ടോ ഇല്ല എന്നല്ല, പക്ഷെ എൻ്റെ വാശി ഞാൻ അടിച്ചു ദോ ബാക്കി ഇരിക്കുന്നത്. അതുപോലെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു വാശി വേണം. നമ്മൾ എവിടെ ആരാണ് കളിയാക്കുന്നത്, പരിഹസിക്കുന്നത്, അവരുടെ മുന്നിൽ ജയിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മളെ ഇന്ന് പരിഹസിക്കുന്നവന്റെ മുന്നിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നാളെ അവൻ കൈയടിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഒരു കടും കൈ ചെയ്ത് തീർക്കേണ്ടതല്ല നമ്മുടെ ആരുടെയും ജീവിതം. അത് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ നിതിൻ രാജ് എന്ന് പറയുന്ന പയ്യൻ സ്വയം തീർന്നെങ്കിൽ നഷ്ടം അവനും അവന്റെ കുടുംബത്തിനും മാത്രമാണ്. കുറച്ച് ദിവസം മാത്രം ഇവിടെ ചർച്ച കാണും. നീ പകരം ചെയ്യേണ്ടത് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ വീട്ടിലേക്ക് മടങ്ങുക, ഒരാഴ്ച ലീവ് എടുക്കുക. അത് കഴിഞ്ഞ് നീ തിരിച്ചു പൂർവാധികം ശക്തിയോടെ അവിടെ പോകണമായിരുന്നു. ഇതിനി ഉള്ള കുട്ടികളെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള എന്തെങ്കിലും ഇൻസൾട്ടുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരാഴ്ച ലീവ് എടുത്ത് വീട്ടിൽ വന്നിരുന്ന് റെസ്റ്റ് എടുത്തിട്ട് മനസ്സിനെ ദൃഢമാക്കി ബലമാക്കി തിരിച്ചു പോവുക. അന്തസ്സോടെ പോയി തിരിച്ചടിക്കുക. അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന് ഞാൻ പറയും. പക്ഷെ ഇവിടെ ജാതിയുടെ നിറത്തിന്റെ പേരിൽ തന്തയില്ലാത്ത കുറെ അധ്യാപകന്മാരുണ്ട്, അതുപോലെ തന്നെ കുട്ടികളുണ്ട്. അത് സീനിയേഴ്സ് ആവാം, മറ്റേതാവാം, മറിച്ചത് എല്ലാം ഉണ്ട്. ഇനി അതേ കോളേജിലെ ഇവന്റെ ഒരു സഹപാഠിയായ ഒരു പെൺകുട്ടിയുടെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യം പറയാലോ, സങ്കടം വന്നു പോയി. ആ പയ്യൻ അനുഭവിച്ചത്. ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഈ നായിന്റെ മക്കളെ ഞാൻ ചിലപ്പോൾ കെട്ടിടത്തിന്റെ മോളിൽ നിന്ന് എടുത്ത് തറയിടുമായിരുന്നു. ഞാൻ ഉള്ള കാര്യം പറയാൻ പറ്റത്തില്ല. അങ്ങനെ അല്ലാണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ തൊലക്കത്തില്ല, അതുള്ള കാര്യം. എന്തായാലും ആ പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് കേട്ടോക്കാം. എന്റെ മോളും പഠിക്കുന്ന അവിടെ തന്നെയാണ്, ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ. അവളും ഫസ്റ്റ് ഇയർ തന്നെ. ഇവള് ക്ലാസ് പിടിച്ച കുട്ടി തന്നെയാണ് മരിച്ചത്. അപ്പൊ അവനെ മെന്റലി ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. ആണല്ലേ. ടോർച്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാ മാക്സിമം സഹിച്ചു. മോള് പറഞ്ഞിട്ടുണ്ടോ ഈ വിവരമൊക്കെ വീട്ടില്? പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഇങ്ങനെ ചെയ്യാനുണ്ടായ വിഷയം? എന്താണ് ലാസ്റ്റ് ആയിട്ട് ചെയ്യാനുണ്ടായ വിഷയം എന്താന്ന് അറിയത്തില്ല. ഇവൻ അത്യാവശ്യം നല്ലോണം പഠിക്കുന്ന കുട്ടിയാ. അത്യാവശ്യം നല്ലോണം ക്ലാസ്സിലെ ആൺകുട്ടികളിൽ തന്നെ അത്യാവശ്യം നല്ലോണം പഠിക്കുന്ന കുട്ടിയാ. പിന്നെ സീനിയേഴ്സ് ആയിട്ട് എന്തോ റാഗിങ് ഒക്കെ ആയിരുന്നു ആദ്യം ബോയ്സ് ഹോസ്റ്റലില്. ഭയങ്കര റാഗിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവൻ പ്രതികരിച്ചു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് സീനിയേഴ്സ് പറഞ്ഞു ഇവന്റെ ഫ്രണ്ട്സിനോട് ആരോട് ഇവനോട് മിണ്ടരുതെന്ന്. അങ്ങനെ ഇവര് എത്ര 20 ആൺകുട്ടികളെങ്ങാണ്ടേ ഉള്ളൂ, 80 പേരെങ്ങാണ്ടാന്ന് തോന്നുന്നു ക്ലാസ്സില്. അപ്പൊ 20 ആൺകുട്ടികളെ ഉള്ളതിൽ ഈ ഇത്രയും കുട്ടികൾ ഇവനോട് മിണ്ടൂല.
ഓ ഇവൻ ക്ലാസ്സിൽ ഇരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ ആ ബെഞ്ചിൽ ഇരിക്കാതിരിക്കാൻ ഇവന്മാര് തള്ളുവോ അതും ഇതൊക്കെ ചെയ്യാന്ന്. ഓ അത് ശരി. പെൺകുട്ടികളാ ഇവനോട് മിണ്ടുള്ളൂ. ആ അല്ല ഇത്രയും കുട്ടികൾ ഒറ്റക്കെട്ടായിട്ട് എതിർക്കാനുള്ള കാരണം ക്ലാസ്സിലെ സീനിയേഴ്സ് പറഞ്ഞു ഇവനുമായിട്ട് ബന്ധപ്പെട്ട് പോകരുതെന്ന്. അവര് പേടിച്ചാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ക്ലാസ് റൂമിൽ വരുമ്പോ മിണ്ടാവും, അതും ഇവര് മിണ്ടിയില്ലെന്ന് പറഞ്ഞു. അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇവൻ സിക്ക് റൂമിലാണ്, പിന്നെ സിക്ക് റൂം ഉണ്ടല്ലോ ഹോസ്പിറ്റലിന്റെ, മെഡിക്കൽ കോളേജിന്റെ ഹോസ്പിറ്റലിലെ സിക്ക് റൂമിലാണ് ഇവൻ താമസിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ഓ പാവം. ഹോസ്റ്റലിലല്ലാന്ന്. അത് ശരി. ഈ ഒരു അധ്യാപകനാണോ ഈ റാം സാർ? മറ്റേ സംഗീത എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരത്തിന്റെ കാര്യം എന്റെ മോക്ക് അറിയില്ല, ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഓഫീസിലെ സ്റ്റാഫ് റൂമിൽ പോയിട്ട് അവനെ എന്തോ കർത്തവനോ എന്തൊക്കെയൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് കംപ്ലൈന്റ് ചെയ്തിട്ടും അവര് നടപടിയൊന്നും എടുത്തില്ലേ? ഇവര് കംപ്ലൈന്റ് ഒരു ദിവസം ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവർക്ക് ഫസ്റ്റ് ഇന്റേണൽ കഴിഞ്ഞതിന് ശേഷം പേരന്റ്സ് മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 25-നാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഇവന്റെ അച്ഛനും അമ്മയും വന്നിട്ടില്ല. അച്ഛൻ പറയുന്നില്ലേ കരഞ്ഞ്. അപ്പൊ അവര് വന്നില്ലാത്തോണ്ട് ഇയാള് ഈ റാം സാർ എന്ന് പറഞ്ഞ വ്യക്തി പിറ്റേ ദിവസം കോളേജിൽ വന്നു. കോളേജിൽ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ഇവനോട് പറഞ്ഞെന്ന്, നിന്റെ അച്ഛൻ വന്നില്ല, നിന്റെ ഇന്റേണൽ മാർക്ക് CE മാർക്ക് കുറയ്ക്കുമെന്ന്. CE മാർക്ക് കുറയ്ക്കും, നിനക്ക് CE മാർക്ക് തരില്ല, നിന്റെ പേപ്പർ എടുത്തിട്ട് വരാൻ പറഞ്ഞു എന്ന്. ആൻസർ പേപ്പർ. എന്നിട്ട് ആൻസർ പേപ്പർ എടുത്തിട്ട് ഇയാൾ അത് ഫുൾ അവിടെ നിന്ന് വായിച്ചിട്ട് അധിക്ഷേപിക്കുക. അത് ശരി. ക്ലാസ് റൂമിൽ ഈ 80-85 പിള്ളേര് പഠിക്കുന്ന ക്ലാസ് റൂമിൽ നിന്നിട്ട് ഈ കൊച്ചിനെ നിന്നങ്ങ് അധിക്ഷേപിക്കുമെന്ന് പറഞ്ഞു. എല്ലാ തരത്തിലും അധിക്ഷേപിച്ചു അതിനെ, നിറത്തിന്റെ പേരിലും. അയാൾക്ക് ബോഡി ഷേമിങ്. ഇവരെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ട്, അവള് അത്യാവശ്യം നല്ല തടിയുള്ളതാ. നീ എന്താടി ട്രാൻസ്ജെൻഡർ ആണോ, നീ എന്താ തടിച്ചാണോ, ഇയാൾക്ക് ഇങ്ങനെ ഈ ബോഡി ഷേമിങ് ആണെന്ന് പറഞ്ഞു. പെൺകുട്ടികളൊന്നൊന്നുമില്ല ഇയാൾക്ക്. അപ്പൊ വേറെ ആരും ഇയാൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ടില്ലേ? ഈ ഒരു പേടിയാണ്, എല്ലാവർക്കും പേടിയാ ഇയാളെ. CE മാർക്ക് കുറയ്ക്കും, പിന്നെ നിങ്ങൾ പോയി ചത്താലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ചാവുന്നവര് ചത്തോ ഒരു കുഴപ്പമില്ല, ഇതൊക്കെയാ ഇയാള് പറയുന്നേന്ന്. ഇയാൾക്ക് ഒരു വിഷയം, ഇയാള് നമ്മള് ചന്തയിലുള്ള ആൾക്കാർ അവരെയും പറയരുത്, അത്രയും തരംതാണ വർത്താനാന്ന് പറഞ്ഞു ഇയാളുടെ വായിന്ന് വരുന്നേ. നിലവാരം ഇല്ലാത്തവനാണല്ലേ. അപ്പൊ ഈ മരണശേഷം എങ്കിലും കൂടെ പഠിച്ച കുട്ടികളൊക്കെ പ്രതികരിച്ചോ? ആരും ഒന്നും പ്രതികരിച്ചിട്ടില്ല. ആൺകുട്ടികളൊക്കെ ഇന്നലെ തന്നെ ഹോസ്റ്റൽ ഒഴിഞ്ഞ് സ്ഥലം വിട്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും പറയേണ്ടി വരുമോന്ന് പേടിച്ചായിരിക്കും. എല്ലാരും പോയിന്ന്. ഇന്നിപ്പം ഇവര് കുറച്ച് പെൺകുട്ടികളുണ്ട്, ഇവരോട് ഇപ്പൊ നാളെ ഹോസ്റ്റലിൽ വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്ന് പൊക്കോ, ഇനി വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം ക്ലാസ് ഉള്ളൂ, അപ്പൊ വന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ മോളൊന്നും പോന്നിട്ടില്ല, അവര് നാളെ രാവിലെ പോരുള്ളൂ. അപ്പൊ ഇന്നിപ്പം ബോഡി ജസ്റ്റ് ഒന്ന് ഇവരെ കാണിച്ചു എന്നാ കുട്ടീന്റെ. അന്നേരം അവന്റെ അളിയനാന്ന് തോന്നുന്നു എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവരോട് പറഞ്ഞെന്ന്, മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറ മക്കളെ, ഞങ്ങളുടെ ഈ കുറച്ച് തെളിവൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഒന്ന് പറയാനൊക്കെ പറഞ്ഞെന്ന്. കരഞ്ഞുകൊണ്ട്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞില്ല, ഈ പേപ്പർ ഇങ്ങനെ ഇയാള് ഇട്ട് എന്തൊക്കെയോ ഇവനെ കുറെ അപമാനിച്ചു കഴിഞ്ഞപ്പോ ഇവൻ എന്തോ ഐ ഡോണ്ട് ലൈക്ക് എന്തോ ഒരു ഈ കോളേജിന് എന്തോ ഒരു ഇത് കൂട്ടി പറഞ്ഞു എന്ന്. ദേഷ്യം വന്നിട്ട് അത്ര അപമാനിച്ചു. അന്നേരം അവന് ദേഷ്യം. അപ്പൊ തന്നെ പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് നീ വാന്ന് പറഞ്ഞ് ഇയാള് വലിച്ചു പിടിച്ച് കൊണ്ടുപോയിന്ന്. അത് ശരി. ഇതൊക്കെ ഈ വിവരമൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ കുട്ടിയും എല്ലാം വീട്ടിൽ. ഇന്നിപ്പോ അവരുടെ അച്ഛനും പെങ്ങളും പറയുന്ന കേട്ടിട്ട് മൊത്തം ആ കുട്ടി വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഉള്ള സംഭവം, അത് ഒരിക്കലും ഒരു നുണയല്ല, അത് എല്ലാം ഉള്ള സംഭവം. അത് നമ്മുടെ സിദ്ധാർത്ഥന്റെ സംഭവം പോലെ തന്നെ തോന്നുന്നു. തന്നെ അവിടെ സീനിയേഴ്സാ ചെയ്തെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് ഈ ടീച്ചേഴ്സ്. आज का लाइफ हैक, बिना पैसे ऐड किए स्टॉक खरीदो, स्टॉक्स प्लेज करो. പക്ഷെ ഇവിടെ ഇതെല്ലാം ഉണ്ട്, നീ റാഗിങ് ഉണ്ടെന്നുള്ള കാര്യം അവിടെ മെഡിക്കൽ കോളേജിന് മുമ്പിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, അവിടെയുള്ള ഓട്ടോറിക്ഷക്കാർക്ക് പോലും അറിയില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം. അത്രയ്ക്ക് ഒതുക്കുന്നുണ്ടല്ലേ? അത്രയ്ക്ക് ഒതുക്കമാണ്. മറ്റേ എന്നിട്ട് ഇവനെ ഇന്നിപ്പോ പ്രിൻസിപ്പാൾ വൈകുന്നേരം പറഞ്ഞു അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ അങ്ങനെ പരാതി കിട്ടി. ഇവൻ തന്നെ എന്നിട്ട് ഇയാള് വലിച്ചു പുറത്തിറക്കി കൊണ്ടുപോയി. എന്നിട്ട് ഇയാൾക്ക് പ്രിൻസിപ്പാള് ആ മനുഷ്യൻ ഇപ്പൊ പുതിയതായിട്ട് വന്നതാ, 3 മാസമായുള്ളൂ. പഴയ പ്രിൻസിപ്പാള് ഈ റാം സാറിന്റെ വാക്ക് കേട്ട് എല്ലാം തുള്ളുന്നയാളായിരുന്നു.
അങ്ങനെയാ സീനിയേഴ്സ് പറഞ്ഞത്. ഇവരും ചെന്നിട്ട് ഇപ്പൊ 3-5 മാസം 5-6 മാസല്ലേ ആയിട്ടുള്ളൂ. ഇവർക്ക് കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും അറിയാത്തില്ലായിരിക്കും. അറിയില്ല. അപ്പൊ ഇയാള് വന്നത് നല്ല ഡീസന്റ് ആന്ന് പറഞ്ഞു ഇപ്പൊ ഉള്ള പ്രിൻസിപ്പാള്. അപ്പൊ എന്നിട്ട് ഇവൻ നേരിട്ട് ചെന്ന് പ്രിൻസിപ്പാളിനോട് അങ്ങ് കംപ്ലൈന്റ് ചെയ്തു. ഇങ്ങനെ ഇന്ന പോലെയാണ് സംഭവം, സാർ എന്നെ ഭയങ്കരമായിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിൽ വന്ന ഒരു 1-1.5 ആഴ്ചത്തേക്ക് ഒരു കുഴപ്പമില്ല, ഡീസന്റ് ആയി വന്ന് ക്ലാസ് എടുത്തിട്ട് പോകുന്നു. അപ്പൊ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നായിരിക്കും. വാൺ ചെയ്തു എന്ന് അവൻ പറഞ്ഞെന്നാ പറഞ്ഞേ. സാർ ഇങ്ങനെ പേടിപ്പിച്ചു എന്നൊക്കെ. ഈ സംഭവത്തിന് ശേഷം ഈ റാം എന്ന് പറയുന്ന ആള് പ്രതികരിച്ചോ? അയാൾ അവിടെ ചിരിച്ചുകൊണ്ട് നിപ്പുണ്ടെന്ന് പറഞ്ഞു ഇന്നലെ. ഇവൻ മരിച്ചതിന് ശേഷം അയാൾ അവിടെ ചിരിച്ചുകൊണ്ട് നിപ്പുണ്ടെന്ന്. അപ്പൊ പൂർണ്ണമായിട്ടും അയാൾക്ക് വിശ്വാസമുണ്ട് അയാൾ ഇതില് പെടില്ലാന്ന്. അതെന്താന്ന് വെച്ചാൽ ഇവര് കാഷ്വാലിറ്റി, എന്റെ മോളും വേറെ കൂട്ടുകാരത്തെയും കൂടെ അറിഞ്ഞ പാടെ ഇവര് കാഷ്വാലിറ്റിയിലേക്ക് ഓടി. ബാക്കി കുറെ പേര് ഹോസ്റ്റലിലേക്ക് പോയിരുന്നു. അപ്പൊ ഇവർക്ക് ഈ സീനിയേഴ്സ് ഇവരെ ഡെന്റൽ ക്ലീൻ ചെയ്യാനൊക്കെ കൊണ്ടുപോകുമല്ലോ. അപ്പൊ അവിടുന്ന് അറിഞ്ഞിട്ട് ഇവര് ഓടി കാഷ്വാലിറ്റി ചെന്നപ്പോഴേക്ക് ഇയാൾ അവിടെ അങ്ങനെ ചിരിച്ചോണ്ട് നിപ്പുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ആ ബോഡി അവിടെ കൊണ്ട് കാണിക്കാൻ വെച്ചിട്ട് ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു വ്യക്തികളും ആ ബോഡി കാണാൻ വന്നിട്ടില്ല. ടീച്ചേഴ്സ്, ഈ റാം സാറ്, സംഗീത മേഡം, അവരൊക്കെ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരാ, ഡെന്റൽ അനാട്ടമി. അവരൊറ്റൊരുത്തര് വന്നിട്ടില്ല ആ ബോഡി കാണാൻ. അതുപോലെ മറ്റേ അപ്പുറത്തുള്ള മെഡിക്കൽ കോളേജിലെ ടീച്ചേഴ്സ് എല്ലാം വന്നു എന്ന് പറഞ്ഞു. സീനിയേഴ്സ് കാരണം ഉണ്ടായിട്ടല്ലേ അവര് വരാത്തത്. അതെ അതെ അതെ. പിന്നെ സീനിയേഴ്സിന്റെ ഉപദ്രവം കാരണമാണ് അവൻ 1 മാസം വീട്ടിൽ പോയി നിന്നേന്ന് പറഞ്ഞേ. എന്നിട്ട് ഈ പേരൻസ് നേരിട്ട് കോളേജിൽ ചെന്ന് ഇതിനെ കുറിച്ച് അന്വേഷിച്ചില്ലേ? അവന്റെ ചേച്ചിയൊക്കെ വന്നായിരുന്നു. ഭയങ്കരമായിട്ട് ടോർച്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് പിള്ളേരെ നമ്മളിപ്പോ എത്ര നല്ല കുട്ടികൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന അവിടെ അതിലും ഭേദം പിള്ളേരെ ഇപ്പോഴും മയക്കുമരുന്ന് കൊടുത്ത് ശീലിപ്പിക്കുന്നേ. അവരതിനങ്ങ് അഡിക്റ്റ് ആയി. ഇത് പറ്റത്തില്ല മുന്നോട്ട് പോകാൻ പറ്റൂല. ഞങ്ങളൊക്കെ ഇതറിഞ്ഞ് ഇന്നൊക്കെയാണ് ഓരോരുത്തർ കമന്റ് ഒക്കെ ഇടുമ്പോഴാണ് ദൈവമേ ഇതുപോലത്തെ വലിയൊരു കുഴിയിലാണോ പോയി ചാടിയെന്ന് അറിയുന്നത്. എങ്ങനെ 5-6 വർഷം തയ്ക്കൂന്ന് ഓർത്തിരിക്കുക. 5-5.5 ലക്ഷം രൂപ ഇപ്പൊ തന്നെ മുടക്കി കഴിഞ്ഞു ഫസ്റ്റ് ഇയറിന് തന്നെ. എന്നിട്ട് നമുക്ക് പേടി, പിന്നെയും പേടി, എങ്ങനെയെങ്കിലും പിള്ളേര് ജീവനും കൊണ്ട് വന്നാ മതി എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. ഈ അധ്യാപകൻ നിങ്ങളോടൊക്കെ എങ്ങനെയാ പെരുമാറ്റം? പേരൻസിനോട് പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. പേരൻസ് മീറ്റിംഗില് ഞങ്ങള് ചെന്നപ്പോഴത്തേക്ക് കുറച്ച് സമയം വൈകിപ്പോയി. അപ്പോഴത്തേക്ക് ഇയാള് പോയായിരുന്നു. രാവിലെ ചെന്നവരെടുത്ത് എന്താ പേപ്പറൊക്കെ എടുത്ത് ഈ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ഇറങ്ങി പോന്നാ പറയുന്നത് പിള്ളേരോട്. പിള്ളേരെ പറയാത്ത ഒന്നുമില്ലെന്നാ പറഞ്ഞേ. എന്റെ മോൾ എന്നോട് പറയുന്നത് എന്തെന്നറിയോ, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചെന്നത്, ഞാനും അവളുടെ അച്ഛനും കൂടെ. നിങ്ങളൊന്നും പറയില്ലേ, റാം സാർ അതും ഇതൊക്കെ പറയും, നിങ്ങളുടെ വായിന്ന് ഒന്നും മിണ്ടരുത്, നിങ്ങളത് കേട്ടോണ്ടേ വരാവുള്ളൂ, ഒരക്ഷരം പറയരുത്, പറഞ്ഞ സാറ് എന്നെ അവിടെ കോളേജിലിട്ട് ടാർഗറ്റ് ചെയ്യും, ഒന്നും മിണ്ടല്ലേ എന്നാ പറയുന്നേ. ഞങ്ങള് മാനസിക പീഡനമാണ് പിള്ളേർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. ഒരാളിങ്ങനെ ഒരു കുറെ ആൾക്കാരെ സമൂഹത്തിൽ കിടന്ന് ഇങ്ങനെ അപമാനിക്കുമ്പോഴേ അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകൂല. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ഓഫീസിലേക്കാന്നും പറഞ്ഞ് ഓഫീസിലേക്ക് പോണെന്ന് ഇവരുടെ കൂട്ടുകാരത്തിനോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്നലെ പോയോ ഇല്ലയോ, എന്തിനാണ് പോയെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പോയോന്നും അറിയത്തില്ല ഇവർക്കാർക്കും. ഇനി ക്ലാസ് ഇന്നലെ 2 മണി വരെ ഉണ്ടായിരുന്നു. ഇന്നായിരുന്നു പിന്നെ ഡെന്റൽ അനാട്ടമിന്റെ പരീക്ഷ പറഞ്ഞിരുന്നേ. ഇന്നലെ 2 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഓഫീസിലും പോണെന്നാണ് ഇവൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അവസാനമായിട്ട് ഇതിനെ കുറിച്ച് ഒരു സൂചനയൊന്നും തന്നില്ല? അല്ല, ഓഫീസിൽ പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ CCTV അവിടെ ഉണ്ടല്ലോ. ഓഫീസിൽ പോയെന്നൊന്നും ഇവർക്കറിയില്ല എന്ന് പറഞ്ഞു. അവിടെ ഡ്രഗ്സ്, ഇപ്പൊ അവരുടെ അച്ഛൻ പറയുന്ന പോലെ ഡ്രഗ്സും എല്ലാം ഉണ്ട്. അത് അവിടുത്തെ ഓട്ടോക്കാര് പറഞ്ഞു. പിന്നെ ഞങ്ങള് മീറ്റിങ്ങിന് ചെന്നപ്പോ ടീച്ചേഴ്സും പറഞ്ഞു ഇവിടെ കിട്ടാത്ത സാധനം ഒന്നുമില്ല, പിള്ളേര് ചീത്തയാവേണ്ട എല്ലാ സാധനവും ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാന്ന് കുറച്ച് ടീച്ചേഴ്സ്, നല്ല ടീച്ചേഴ്സ് ഞങ്ങളടുത്ത് പറഞ്ഞു. ഇങ്ങനെ ഒരു വലിയ പ്രശ്നം കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് പേരൻസ് എല്ലാം കൂടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇവർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമോ? അതിന് പേരൻസ് ആർക്കും അറിയില്ല, ഒരു ഗ്രൂപ്പ് പോലും ഇല്ല പേരൻസിന്. പരസ്പരം നിങ്ങൾക്ക് സഹകരിക്കാനുള്ള ഒരു വഴിയെ ഉണ്ടാക്കിയിട്ടില്ല അവര്? ഇല്ല, പേരൻസ് ആർക്കും അറിയത്തില്ല. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒന്നും ഇല്ലേ? ഇല്ല, പേരൻസിന് ഒരു ഗ്രൂപ്പില്ല. ടീച്ചേഴ്സും പാരന്റ്സും ആയിട്ട് ഒരു ഗ്രൂപ്പ് പോലും ഇല്ല. അത് ശരി.
ആകെ ഉള്ളത് എന്തോ പിള്ളേരും ടീച്ചേഴ്സും ആയിട്ട് ഒരു ഗ്രൂപ്പും കണ്ടുണ്ട്. ഞങ്ങൾക്കൊന്നും ഇതുവരെ ഒരു ടീച്ചറുടെ നമ്പറോ ഒന്നും അറിയത്തില്ല. நினைச்சிட்டான்னா எந்த எக்ஸ்டென்ட் வேணாலும் போவான். यूपीआई पेमेंट फेल हो गया था, इसे वॉलेट लेने ഒന്നും അറിയത്തില്ല. അവിടെ നടക്കുന്ന എന്താണെന്ന് ആർക്കും അറിയില്ല. അവിടെ ഇതുപോലെ ഒരു ചെന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മോക്കൊക്കെ വുമൺസ് ഹോസ്റ്റലില് ഭയങ്കര പ്രശ്നം. വാർഡൻ രാത്രി 9 മണിക്ക് ശേഷം സീനിയർ വിദ്യാർത്ഥികളെ കൂട്ടി മീറ്റിംഗ് വെക്കുന്നു. എന്തോ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞു. കൂടാത്തവരെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവൾ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മ ഇങ്ങനെ അവരിങ്ങനെ പറയാം, ഞങ്ങൾക്കാണെങ്കിൽ നാളെ പരീക്ഷയുണ്ട്, എന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് 9 മണിക്ക് ശേഷം രാത്രി, അങ്ങനെ ഒരു നിയമം ഇല്ലല്ലോ. 9 മണിക്ക് ശേഷം ഒരു മീറ്റിംഗ് സീനിയേഴ്സിന്റെ കൂടെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ, പേരൻസിനെ അറിയിക്കാണ്ട്. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എന്നിട്ട് വിളിച്ചു പിറ്റേ ദിവസമായപ്പോ വാർഡനെ, നിങ്ങൾ 9 മണിക്ക് ശേഷം ഇന്ന് എന്തിനാണ് മീറ്റിംഗ് വെച്ചതെന്ന് ചോദിച്ചു. ഞാൻ നമ്പർ നിങ്ങൾ ഏത് കുട്ടീനെ, ഞാൻ പറഞ്ഞു ഏത് കുട്ടീൻ്റെന്ന് അറിഞ്ഞിട്ട് വേണല്ലോ ഇനിയിപ്പൊ അതിനെ പൊരിക്കാന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ ചോദിച്ചു ഞാൻ. നമുക്ക് ആ സിദ്ധാർത്ഥന്റെ പ്രശ്നം വന്നേ പിന്നെ ഇതിപ്പോ ഞാനിപ്പോ ചെയ്തറിനെ വിളിച്ചെന്ന് പറഞ്ഞാൽ അവൾക്ക് പറ്റാക്കൂരോടെ. ഇനി അടുത്ത വർഷം ഇപ്പൊ തന്നെ ഇതുങ്ങള് നീറ്റ് എഴുതി 2 വർഷം നീറ്റിന് വേണ്ടിയൊക്കെ കളഞ്ഞ് കഷ്ടപ്പെട്ട് ഈ നീറ്റ് എഴുതുന്ന പിള്ളേർക്ക് തന്നെ ഒരു മാനസിക പ്രശ്നം വരും. എന്നുവെച്ചാൽ ഇവര് 2 വർഷം അതുപോലെ കഷ്ടപ്പെട്ട് ഭയങ്കരമായി മെന്റലി ഭയങ്കര വിഷമമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവര് ചെല്ലുന്നത്. ആ ഒരു ഇതുപോലും ഇവരടുത്ത് കാണിക്കുന്നില്ല. എന്നിട്ട് ഇതുങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ടീച്ചർമാരുടെ കയ്യിലാണ് ചെന്ന് വീഴുന്നത്. പറയണ്ട, അവൻ അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം അനുഭവിച്ചു, അതിനുശേഷം അവൻ അത്രയൊന്ന് പ്രതികരിച്ചതെന്ന്. അവിടുത്തെ ടീച്ചേഴ്സ് ഞാൻ മനസ്സിലാക്കി എങ്ങനെയാണെന്നറിയോ, മെഡിക്കൽ കോളേജിലെ അല്ല, ഡെന്റലിലെ ടീച്ചേഴ്സ് ഇതുങ്ങളെ വെറും നമ്മള് പിശക്കാർക്ക് വഴിയരികെ എത്തി പറഞ്ഞു കൊടുക്കുമ്പോ എങ്ങനെയാ ഒരു പുച്ഛാണ്. വേണമെങ്കിൽ മതി എന്നുള്ള രീതിയിൽ ഇവരെന്തോ ഒരു ഔദാര്യം കൊടുക്കുന്ന പോലെ. അന്ന് ഇതുങ്ങൾ അത്ര കഷ്ടപ്പെട്ട് ഇതാക്കി ഇരുന്ന് പഠിച്ച് ചെല്ലുന്ന കുട്ടികളാണെന്നോ അല്ലെങ്കിൽ ഇവര് എന്തേലും പഠിച്ചൊന്നും ആക്കണം എന്നോ ഒന്നുമുള്ള ഇതില്ല. ഇന്നാ പ്രിൻസിപ്പാൾ പറയാ കൊച്ച് പരാതി കൊടുത്തിട്ടില്ലെന്ന്. അതേപോലും പരാതിയും കൊടുത്ത് അയാള് വിളിച്ച് ഈ റാംസാറിനെ വിളിച്ച് ചീത്തയും പറഞ്ഞതാണ്. എന്നിട്ട് അയാള് പറയാണ് അവിടെ ഒന്നും ആരും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. കംപ്ലൈന്റ് ചെയ്താൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റൂല. ഇനി ആയാലും അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോണ കുട്ടികള് സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ നല്ല ഇതാ. അവിടെ ശ്രദ്ധിക്കണം. MBBS. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാ അവിടെ ഈ ഇൻസ്പെക്ഷൻ വരുമല്ലോ, ഇൻസ്പെക്ഷന് വരുമ്പോ നേഴ്സിംഗിലെ കുട്ടികളെ കൊണ്ടിരുത്തിയാണ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായ സംഭവമാണ് അത്. ഇന്നൊരാള് കമന്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഏഷ്യാനെറ്റിലെ ഒന്നില്. എന്നിട്ട് നേഴ്സിംഗിലെ കുട്ടികളെ കൊണ്ടിരുത്തിയിട്ടാണ് അവിടെ, അതാണ് തട്ടിപ്പ് അവിടെ നടക്കണേ. മെഡിക്കൽ കോളേജ് റാഗിങ് കാരണം നിർത്തിപ്പോയെന്നാണ് പേര്. MBBS ഇന്നലെ ആ കൊച്ചു മരിച്ചിട്ട് കുറെ നേരം കാണാണ്ട് കിടന്നു എന്നാണ് പറയുന്നത്, കുറച്ച് സമയം. അതിന് ശേഷമാണ് കണ്ടത്. അപ്പോഴത്തേക്കും ഒക്കെ കുറെ ബ്ലഡ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവര് നെഗറ്റീവ് ബ്ലഡിനുള്ള ആളൊക്കെ ചെന്നപ്പോഴത്തേക്കുമാണ് മരിച്ചത്. കുറച്ച് സമയം ആരും കാണാണ്ടൊക്കെ കിടന്നു. ഇത് മിക്കവാറും ഒരു ലെറ്റർ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് അത് ഓഫീസ് റൂമിൽ ചെന്ന് അവിടുന്ന് പെട്ടെന്നുണ്ടായ ഒരു പ്രഷറിന്റെ പുറത്ത് ചെയ്തതാകാനാ സാധ്യത. അതെ അതെ അതെ, അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഇന്നലെ എന്തോ ഒരു ഭയങ്കരമായിട്ട് ഇതിനെ ടോർച്ചർ ചെയ്യുന്ന എന്തോ ഒരു രീതി അവിടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ മാർക്ക് കുറയ്ക്കും, നിനക്ക് മാർക്ക് തരില്ല. അവൻ പഠിക്കുന്ന കുട്ടിയാണ്. അവൻ ആ 1 മാസം ഞാൻ പറഞ്ഞില്ലേ സീനിയേഴ്സിന്റെ ഉപദ്രവം മൂലം വീട്ടിലിരുന്നിട്ട് അവൻ അത്യാവശ്യം നല്ല മാർക്ക് മേടിച്ചു. ടീച്ചേഴ്സ് കുറെ ടീച്ചേഴ്സൊക്കെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ അവന് നോട്ട് അയച്ചു കൊടുക്കും, വൈവേ പഠിപ്പിക്കും. അതെല്ലാം പഠിപ്പിച്ച് അവൻ നല്ല മാർക്ക് സ്കോർ ചെയ്തവനാ. ആ കൊച്ചിന് പഠിക്കണം എന്ന് നല്ല ആഗ്രഹമുള്ള കൊച്ചാ. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യവും വീട്ടിൽ തുറന്നു പറയുന്ന ഒരു കൊച്ചാ. എന്തെങ്കിലും തരികിട പരിപാടി ഉള്ളവരാണെങ്കിൽ ഇപ്പോഴത്തെ ആമ്പിള്ളേരൊക്കെ വല്ലതും വീട്ടിൽ തുറന്നു പറയുമോ? അതെ, ഇങ്ങനെ തന്നെയായിരുന്നു ഈ സിദ്ധാർത്ഥന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ. ഞാൻ അവരുടെ അമ്മയുടെ ഒന്ന് സിദ്ധാർത്ഥന്റെ വീഡിയോ ചെയ്ത കണ്ടായിരുന്നോ? ഒരു കൂട്ടം തന്തയില്ലാത്തവന്മാര് ചേർന്ന് ആ പയ്യനെ തീർത്തു. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എടാ, ബോഡി ഷെയ്മിങ്, ജാതി മതമൊക്കെ പറയുന്ന തന്തയില്ലാത്ത നീയൊക്കെ ഒരുത്താനും ഒരു അധ്യാപകനാടാ. ഇവന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എനിക്കാരെങ്കിലും വെച്ചാ ഇവൻ ഏവനാണ് ഏതാണെന്ന് വെച്ച് ഞാൻ എക്സ്പോസ് ചെയ്യാം. ഈ പയ്യന്റെ കൂടെ കുറച്ച് സുഹൃത്തായിട്ട് പെമ്പിള്ളേരുണ്ടായിരുന്നല്ലേ പറയുന്നത്. ആരെങ്കിലും വെച്ചാൽ നിങ്ങളെ ഐഡന്റിറ്റി ഒരു തേങ്ങയും പുറത്തു വെത്തില്ല, ഞാൻ ഫോട്ടോ എടുത്ത് പുറത്തുവിടാം. ഇവൻ ഏവനാണെന്ന് വെച്ചാൽ എനിക്ക് വെച്ചാ ഈ താന്തയില്ലാത്തവനാ. ഇവനെയൊക്കെ വച്ചേക്കണം. അവനെയൊക്കെ
ഇവനൊക്കെ എന്ത് മാറ്റേണ്ട പരിപാടിയാണ് കാണിച്ചത്. എന്നിട്ട് അവൻ്റെ ഒന്നും ഫോട്ടോ പോലും ഒരു മീഡിയയിലും ഇല്ല, ഒരു തേങ്ങയിലും ഇല്ല. മീഡിയക്കാർ വിചാരിച്ചാൽ കിട്ടും, പക്ഷെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടത്തില്ല. കൂടെ പഠിച്ച പിള്ളേർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരണം, ഞാനെടുത്ത് പോകത്തുള്ളൂ. ഒരു മോമര സഹായം കണ്ട ഇവനൊക്കെ എന്തിന് മറ്റേ മുഖംമൂടി ഇട്ട് അങ്ങോട്ട് നടക്കുന്നു. കൂടെ പഠിച്ച പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഇവനെയൊക്കെ കുറിച്ചിട്ട് നിങ്ങൾ പറ, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറ. ഞാൻ ചെയ്യാം വീഡിയോ, വേറെ ആര് ചെയ്തില്ലെങ്കിലും. അത്രയ്ക്ക് കലിപ്പോട്ടി ഒരു പയ്യനെ തീർത്തിട്ട് ഈ നായിന്റെ മോനൊക്കെ നിറത്തിന്റെ പേരിലും മറ്റേന്റെ പേരിലും മറിച്ചതിന്റെ പേരിലും കോണത്തിലെ പരിപാടി പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അത് എവിടത്തെ രീതി? അത് വളരെയധികം വിഷമമാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പയ്യന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ. ഇനി ഒരു പയ്യനും ഉണ്ടാകാൻ പാടില്ല ഈ കണ്ണൂർ ഈ മറ്റേ ഡെന്റൽ ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു പയ്യനും ഒരു പെൺകുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടാകരുത്. ഇവനൊക്കെ മറ്റേ ജാതിയുടെ മേളിലിരുന്ന് പൈസ ഉള്ളവന്റെ മാത്രം മൂട് താങ്ങി നിൽക്കുന്ന ഇതുപോലത്തെ തന്തയില്ലാത്ത അധ്യാപകന്മാരുണ്ടെങ്കിൽ അവനെയൊക്കെ പുറത്താക്കണം, അവനെയൊക്കെ തൂക്കി തീർക്കണം. അതാണ് ചെയ്യുന്നത്. ഇവൻ കുട്ടികളെ ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? നായിന്റെ പട്ടിമോയ്. ഇവൻ കുട്ടികളെ ഇങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത്? ഇങ്ങനെയാണോ പിള്ളേർക്ക് പാഠം ചൊല്ലി കൊടുക്കേണ്ടത്? നല്ലതും ചെയ്ത് ഡോക്ടർ, ഇവ ഡോക്ടർ, എവിടത്തെ ഡോക്ടർ ഇവൻ? നിറത്തിന്റെ പേരിലും മറ്റേന്റെ പേരിലും മറിച്ചതിന്റെ പേരിലും ഒരു കുട്ടിയെ ക്രൂശിക്കുന്ന ഇവനൊക്കെ ഒരു അധ്യാപകനാണോ? സിദ്ധാർത്ഥിന്റെ കേസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? റാഗിങ്ങിന്റെ പേരിൽ എല്ലാം കൂടി തീർത്തതാ. ഇപ്പൊ അധ്യാപകൻ, പഠിപ്പിക്കുന്നവൻ, അധ്യാപകനല്ലേ ഈ നായിന്റെ മോൻ ഒരുത്തനെ തീർത്തു, ഒരു വിദ്യാർത്ഥിയെ തീർത്തു. ഇവനെയൊന്നും വെറുതെ വിടല്ലേ. നിങ്ങൾ ഈ കൂടെ പഠിച്ച പിള്ളേർ പ്രതികരിക്കണം. പിന്നെ കൂടെ പഠിച്ച പയ്യന്മാരെ മതിയടാ. നീങ്ങ വെള്ളം കിട്ടാച്ചാവും, എല്ലാവരും വെള്ളം കിട്ടാച്ചാവും. ഒരുത്തന്നെ നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെ കളിയാക്കി നീക്ക് കൂടെ നിർത്തണമെന്ന് ഞാൻ പറയില്ല. നമുക്കിപ്പോ ഒരാളുമായിട്ട് കണക്ട് ആയാലും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണ്ട, ഓക്കെ. പക്ഷെ ദ്രോഹിക്കരുത്, തന്തയില്ലായ്മ കാണിക്കരുത്. കൂടുതലൊന്നും പറയല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കേണ്ടത്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.